നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. സംസ്ഥാനത്ത് 9,016 പേർക്ക് കൂടി കോവിഡ്, 7,464 പേർക്ക് സമ്പർക്കം വഴി രോഗബാധ, 7,991 പേർക്ക് രോഗമുക്തി, 26 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. തൃശൂർ ജില്ലയിൽ 1,109 പേർക്ക് കൂടി കോവിഡ്, 1,227 പേർക്ക് രോഗമുക്തി. ചാവക്കാട് മേഖലയിൽ SI ഉൾപ്പെടെ 22 പേർക്ക് രോഗം. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ 17 പേർക്കും ചൂണ്ടലിൽ 13 പേർക്കും രോഗം. എരുമപ്പെട്ടിയിൽ കോവിഡ് ബാധിച്ച് വയോധിക മരിച്ചു. കൊലപാതകങ്ങൾ നടക്കുമ്പോൾ പോലീസിന് മുൻപേ മന്ത്രി പ്രതിയെ നിശ്ചയിക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ പോലീസിംഗ് വഴിവിട്ടുപോയിരിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് MP വിൻസെന്റ്. കുന്നംകുളത്തെ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ടെൻഡർ ഒഴിവാക്കി പാർട്ടി സംഘമായ ഊരാങ്കൽ സൊസൈറ്റിക്ക് നൽകിയതിന് പിന്നിൽ വ്യക്തമായ അഴിമതിയാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റിബൽ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ ഉണ്ടാകില്ലെന്നും DCC പ്രസിഡന്റ്. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി മൂർത്തിയടത്ത് കൃഷ്ണൻ നമ്പൂതിരി ചുമതലയേറ്റു. ശബരിമല മാളികപ്പുറം മേൽശാന്തിയായി തൃശൂർ പൊയ്യ പൂപ്പത്തി വാരിക്കാട്ട് മഠം VK ജയരാജ് പോറ്റിയെ തെരഞ്ഞെടുത്തു. നവംബർ 15 സ്ഥാനമേൽക്കും. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ ആഘോഷമായ നവരാത്രി കാലത്തിന് ആരംഭമായി. ആരാധനയുടെയും നൃത്തത്തിന്റെയും വിദ്യാരംഭത്തിന്റെയും ഉത്സവമായ നവരാത്രി ആഘോഷം ഇക്കുറി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച്. വാർത്തകൾ വിശദമായി. 3 മന്ത്രിമാരും ഒരു ചീഫ് വിപ്പുമുള്ള ജില്ലയിൽ ഒരാഴ്ചയ്ക്കിടെ നടന്നത് 8 കൊലപാതകങ്ങളാണെന്നും കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളെ ഭയന്ന് നെട്ടോട്ടം ഓടുന്ന ഭരണാധികാരികൾക്ക് നാട്ടിലെ ജനങ്ങളുടെ കാര്യം നോക്കാൻ സമയം ലഭിക്കുന്നില്ലെന്നും DCC പ്രസിഡന്റ് MP വിൻസെന്റ് പറഞ്ഞു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസായ ഇന്ദിരാഭവനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 8 ദിവസം കൊണ്ട് 8 കൊലപാതകങ്ങൾ ഈ ജില്ലയിൽ നടന്നു. കുന്നംകുളത്ത് ഇവിടെ നടന്ന സനൂപിൻ്റെ വധക്കേസ്, അങ്ങ് പഴയന്നൂർ നടന്ന കൊലപാതകവും, മന്തിക്കാട് നടന്ന കൊലപാതകവും, അമ്പളിക്കലയിൽ നടന്ന കൊലപാതകം, ഇതൊക്കെ നമുക്ക് ഭരണത്തിൻ്റെ 3 മന്ത്രിമാരുള്ള ജില്ലയാണ്, ഒരു ചീഫ് വിപ്പുള്ള ജില്ലയാണ്. ഇപ്പോൾ NIAയുടെ മുന്നിൽ പോവുക, അതുപോലെ CBIയുടെ മുന്നിൽ പോവുക, അല്ലെങ്കിൽ വിജിലൻസിൻ്റെ മുന്നിൽ പോവുക എന്ന കണക്കിന് ഒരു കാലത്തുമില്ലാതെ മുഖ്യമന്ത്രിയും അവരുടെ പേഴ്സണൽ സ്റ്റാഫ്, MLAമാർ, മന്ത്രിമാർ തുടങ്ങിയല്ലോ. കൊലപാതകങ്ങൾ നടക്കുമ്പോൾ പോലീസിന് മുമ്പേ മന്ത്രി പ്രതിയെ നിശ്ചയിക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ പോലീസിംഗ് വഴിവിട്ടു പോയിരിക്കുകയാണ്. ഒന്നുകിൽ പോലീസ്, അല്ലെങ്കിൽ മന്ത്രി മൊയ്തീൻ, ഇവരിൽ ആരെങ്കിലും ജനങ്ങളോട് നുണ പറയുകയാണ്. NIA, CBI, കസ്റ്റംസ്, വിജിലൻസ് എന്നിങ്ങനെ മാറി മാറി അന്വേഷണ ഏജൻസികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഗതികേടിലാണ് ഇന്ന് കേരളം ഭരിക്കുന്നവർ. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി AC മൊയ്തീൻ തന്നെ സുപ്രധാനമായ അഴിമതിക്കേസിൽ കുരുങ്ങിയിരിക്കുമ്പോൾ നിരന്തരമായ തട്ടിക്കൂട്ട് ഉദ്ഘാടനങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് CPM നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കുന്നംകുളത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം ടെൻഡർ ഒഴിവാക്കി പാർട്ടി സംഘമായ ഊരാലുങ്കൽ സൊസൈറ്റിക്ക് നൽകിയതിന് പിറകിൽ വ്യക്തമായ അഴിമതിയാണെന്ന് DCC പ്രസിഡന്റ് ആരോപിച്ചു. ഇതിലെ ക്രമക്കേടുകൾ കോൺഗ്രസ് ജനമധ്യത്തിൽ കൊണ്ടുവരും. ഇതിനാവശ്യമായ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാനമായ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടില്ല. 15 കോടി രൂപ ചെലവിൽ 4 കോടിയിൽ അതിപ്പോൾ പൂർത്തീകരിച്ചെന്ന് തീർച്ചയാണ് വിവരാവകാശം വെച്ച് അതിന്റെ മുഴുവൻ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിലെ ഏറ്റക്കുറച്ചിലുകൾ അത് ഈ ടെൻഡർ ഇല്ലാതിരിക്കാനാണ്. ഇത് ടെൻഡർ നടത്തി ചെയ്താൽ എന്താ കുഴപ്പം? ഏതും പല കാര്യങ്ങളും ടെൻഡർ നടത്തി ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ടെൻഡർ ഇല്ലാതെ ചെയ്യാൻ വേണ്ടി ഊരാളുകൾ പോലുള്ള അല്ലെങ്കിൽ ഇത്തരം രീതിയിലുള്ള സംഘടനകൾക്ക് കൊടുത്തുകൊണ്ട് അത് അതിനകത്ത് പച്ചയായ അഴിമതി നടത്തുക എന്നുള്ളതാണ്. ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും സ്ഥാനാർത്ഥികളായാൽ 6 വർഷത്തേക്ക് അവരുടെ സ്ഥാനം കോൺഗ്രസിന് പുറത്തായിരിക്കുമെന്നും ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ലെന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കി. KPCC സെക്രട്ടറിമാരായ രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്, DCC സെക്രട്ടറി MS അനിൽകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ, UDF കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങിയവരും DCC പ്രസിഡന്റിനൊപ്പമുണ്ടായിരുന്നു. CCTV ന്യൂസ് കുന്നംകുളം. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി മൂർത്തിയടത്ത് കൃഷ്ണൻ നമ്പൂതിരി ചുമതലയേറ്റു. ഇന്നലെ അത്താഴപൂജയ്ക്ക് ശേഷമായിരുന്നു ചുമതലയേൽക്കൽ. സെപ്റ്റംബർ 30-നാണ് ചുമതലയേൽക്കേണ്ടതെങ്കിലും പുലയായതിനാൽ അതിന് കഴിഞ്ഞില്ല. പുല കഴിഞ്ഞ ക്ഷേത്രത്തിൽ 12 ദിവസം ഭജന വരുന്ന ശേഷമാണ് ഇന്നലെ സ്ഥാനമേറ്റത്. മാർച്ച് 31 വരെയാണ് കാലാവധി. കഴിഞ്ഞ 6 മാസമായി ക്ഷേത്രത്തിൽ മേൽശാന്തി ഉണ്ടായിരുന്നില്ല. ക്ഷേത്രം ഓദിക്കന്മാരാണ് മേൽശാന്തിയുടെ ചുമതലകൾ നിർവഹിച്ചിരുന്നത്.
ശബരിമല മാളികപ്പുറം മേൽശാന്തിയായി വി.കെ. ജയരാജ് പോറ്റിയെ തെരഞ്ഞെടുത്തു. തൃശൂർ പൊയ്യ പൂപ്പത്തി വാരിക്കാട്ട് മഠം കുടുംബാംഗമാണ്. അന്തിമ പട്ടികയിൽ ഉണ്ടായിരുന്ന 9 പേരിൽ നിന്നാണ് വി.കെ. ജയരാജ് പോറ്റിയെ തെരഞ്ഞെടുത്തത്. മേൽശാന്തി നവംബർ 15-ന് സ്ഥാനമേറ്റെടുക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വാത്സു, അംഗങ്ങളായ അഡ്വക്കേറ്റ് വിജയകുമാർ, അഡ്വക്കേറ്റ് കെ.എസ്. രവി, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ മനോജ്, ദേവസ്വം കമ്മീഷണർ ബി.എസ്. തിരുമേനി, ഹൈക്കോടതി നിരീക്ഷകൻ ജസ്റ്റിസ് കെ. പത്മനാഭൻ നായർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ് നടത്തിയത്. ശബരിമല മേൽശാന്തിയായി ചുമതലയേറ്റതിനാൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് നിയുക്ത മേൽശാന്തി പ്രതികരിച്ചു. എല്ലാം ഒരു നിശ്ചലമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അയ്യപ്പൻ തന്നെ അതിൻ്റെ തുണയുള്ളൂ. അപ്പോൾ അയ്യപ്പൻ ഇതൊക്കെ മാറ്റി ജനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനും സ്വതന്ത്രമായിട്ട് ആരാധിക്കാനും കുട്ടികൾക്ക് പഠിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ഒരു സമയത്ത് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. സ്വാമി ശരണമയ്യപ്പ. തുടരണം ജാഗ്രത. കേരളത്തിൽ 9,016 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 26 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 1,139 ആയി. രോഗം സ്ഥിരീകരിച്ചവരിൽ 127 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 7,464 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,321 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 104 ആരോഗ്യ പ്രവർത്തകർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 7,991 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 96,004 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 2,36,989 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. തൃശൂർ ജില്ലയിൽ 1,109 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 1,227 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 9,320 ആണ്. തൃശൂർ സ്വദേശികളായ 163 പേർ മറ്റ് ജില്ലകളിലെ ആശുപത്രികളിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 27,151 ആണ്. അസുഖബാധിതരായ 17,564 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. രോഗികളിൽ 60 വയസ്സിന് മുകളിൽ 68 പുരുഷന്മാരും 70 വയസ്സിന് താഴെയുള്ള സ്ത്രീകളും 10 വയസ്സിന് താഴെ 47 ആൺകുട്ടികളും 26 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. എരുമപ്പെട്ടിയിൽ കോവിഡ് ബാധിച്ച് വയോധിക മരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N.K. കബീറിന്റെ മാതാവ് നാറാണത്ത് കുഞ്ഞുവിന്റെ ഭാര്യ ഫാത്തിമയാണ് മരിച്ചത്. 67 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ടോടെ ദേഹാസ്വസ്ഥ തുടർന്ന് തൃശൂരുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയത്. അർബുദ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ വൈകിട്ട് 3:30 മരണം സംഭവിച്ചു. ഖബറടക്കം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം എരുമപ്പെട്ടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. SI ഉൾപ്പെടെ 22 പേർക്ക് ചാവക്കാട് മേഖലയിൽ കോവിഡ്. താലൂക്ക് ആശുപത്രിയിൽ ശനിയാഴ്ച നടത്തിയ ആന്റിജൻ പരിശോധനയിൽ ചാവക്കാട് സ്റ്റേഷനിലെ SI ഉൾപ്പെടെ 22 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 18 പേർ ചാവക്കാട് നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ടവരാണ്. ചാവക്കാട് സ്റ്റേഷനിൽ തന്നെ മറ്റൊരു പോലീസുകാരനും കോവിഡ് സ്ഥിരീകരിച്ചു. നഗരസഭാ പരിധിയിലെ 18 പേർ, കടപ്പുറം പഞ്ചായത്ത്, ഗുരുവായൂർ നഗരസഭ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തർക്കും രോഗം സ്ഥിരീകരിച്ചു. ആകെ 107 പേരാണ് പരിശോധനയ്ക്ക് വിധേയരായത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ 17 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 10 പേർക്ക് ശ്രീകൃഷ്ണ കോളേജിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിലും 7 പേർക്ക് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലുമാണ് രോഗം കണ്ടെത്തിയത്. 2-ാം വാർഡിൽ 48 വയസ്സുള്ള പുരുഷൻ, 7-ാം വാർഡിൽ 52 വയസ്സുള്ള പുരുഷൻ, 1-ാം വാർഡിൽ 43 വയസ്സുള്ള സ്ത്രീ, 13-ാം വാർഡിൽ 35 വയസ്സുള്ള സ്ത്രീ, 13 വയസ്സുള്ള ആൺകുട്ടി, 14-ാം വാർഡിൽ 18 വയസ്സുള്ള പുരുഷൻ, 15-ാം വാർഡിൽ 27 വയസ്സുള്ള പുരുഷൻ, 20 വയസ്സുള്ള സ്ത്രീ, 57 വയസ്സുള്ള പുരുഷൻ, 3-ാം വാർഡിൽ 39 വയസ്സുള്ള പുരുഷൻ എന്നിവർക്കാണ് ആന്റിജൻ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത്. 6-ാം വാർഡിൽ 84 വയസ്സുള്ള പുരുഷൻ, 1-ാം വാർഡിൽ 30 വയസ്സുള്ള പുരുഷൻ, 3-ാം വാർഡിൽ 20 വയസ്സുള്ള പുരുഷൻ, 8-ാം വാർഡിൽ 59 വയസ്സുള്ള സ്ത്രീ, 11-ാം വാർഡിൽ 48 വയസ്സുള്ള പുരുഷൻ, 12-ാം വാർഡിൽ 24 വയസ്സുള്ള പുരുഷൻ, 15-ാം വാർഡിൽ 26 വയസ്സുള്ള പുരുഷൻ എന്നിവർക്ക് കുന്നംകുളത്ത് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ രോഗവ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 7 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. വിവിധ ആശുപത്രികളായി നടത്തിയ RT-PCR പരിശോധനയിലാണ് ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചത്.
4, 8 എന്നീ വാർഡുകൾ 2 പേർക്ക് വീതവും 18, 37, 38 എന്നീ വാർഡുകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം കണ്ടെത്തിയത്. നഗരസഭാ പരിധിയിൽ പുതിയ 2 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. പൂക്കോട് നോർത്ത് 3-ാം വാർഡ്, മണിഗ്രാമം 5-ാം വാർഡ് എന്നിവിടങ്ങളാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായത്. തീരമേഖലയിൽ കോവിഡ് മാനദണ്ഡങ്ങളും നിരോധനാജ്ഞയും പാലിക്കുന്നുണ്ടോ എന്നറിയുവാൻ പ്രത്യേക സംഘം പരിശോധന നടത്തി. ചാവക്കാട് പോലീസും നഗരസഭ ആരോഗ്യ വിഭാഗം, ഇന്റർ സെക്ടർ ഓഫീസർ തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ പല സ്ഥാപനങ്ങളിലും ജീവനക്കാർ ശരിയായ രീതിയിൽ മാസ്കും സാമൂഹിക അകലവും പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തി. പരിശോധന തുടരുമെന്ന് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി കർക്കശമാക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചാവക്കാട് SHO അനിൽ ടി മേപ്പുള്ളി, നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ M ഷമീർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ SJ ശംഭു, PK ശിവപ്രസാദ്, ഇന്റർ സെക്ടർ ഓഫീസർ മനോജ് എന്നിവർ നേതൃത്വം നൽകി. 3 ആഴ്ചയിലധികമായി ചാവക്കാട് മേഖലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് പരിശോധന ശക്തമാക്കിയത്. വടക്കേക്കാട് മേഖലയിൽ കോവിഡ് പരിശോധനയ്ക്ക് ആളുകളെ കൊണ്ടുപോകുവാനും രോഗം സ്ഥിരീകരിച്ചവരെ തിരിച്ചെത്തിക്കാനും വാഹനമില്ല. പ്രതിസന്ധിയിലായി ആരോഗ്യ പ്രവർത്തകർ. വടക്കേക്കാട് CHSയുടെ പരിധിയിൽ വരുന്ന കോവിഡ് സമ്പർക്കമുള്ളവരെയും രോഗികളുടെ പുനഃപരിശോധനയ്ക്കും കൊണ്ടുപോകാൻ വാഹനമില്ല. നേരത്തെ ചാവക്കാട് നിന്നും കുന്നംകുളത്ത് നിന്നുമാണ് വാഹനങ്ങൾ എത്തിയിരുന്നത്. ഇപ്പോൾ രോഗികളുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്ന് വാഹനങ്ങൾ എത്താത്ത സ്ഥിതിവിശേഷമാണ്. പുന്നൂർക്കുളം, പുന്നൂർ, വടക്കേക്കാട് പഞ്ചായത്തുകളിലായി ഇടവിട്ടുള്ള ദിവസങ്ങളിൽ ആന്റിജൻ പരിശോധനകൾ നടക്കാറുണ്ട്. നിലവിൽ രോഗമുള്ളവരുടെ പുനഃപരിശോധനയ്ക്കും അടുത്ത സമ്പർക്കമുള്ളവരുടെ പരിശോധനയ്ക്കും പ്രത്യേകം വാഹനത്തിലാണ് കൊണ്ടുപോരുന്നത്. RT-PCR പരിശോധനയ്ക്കും ഈ വിഭാഗങ്ങളിലുള്ളവരെ കൊണ്ടുപോകാൻ വാഹനം ഉണ്ടായിരുന്നു. കോവിഡ് രോഗികളുമായി അടുത്ത സമ്പർക്കമുള്ളവരെ പരിശോധനയ്ക്ക് കൊണ്ടുപോകാൻ സ്വകാര്യ വാഹനങ്ങളും കിട്ടാൻ പ്രയാസമാണ്. കഴിഞ്ഞ ദിവസങ്ങളായി പ്രദേശത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വാഹനം കിട്ടാതെ വന്നതോടെ സ്വകാര്യ വ്യക്തികളുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് പ്രവർത്തകരുടെ ആംബുലൻസാണ് ഉപയോഗപ്പെടുത്തിയത്. പരിശോധനയ്ക്ക് ശേഷം പോസിറ്റീവ് ആവുകയാണെങ്കിൽ ദീർഘനേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വാഹനമെത്തുന്നത്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ടതായി മേഖലയിലെ ഹെൽത്ത് സൂപ്പർവൈസർ KR രാജു അറിയിച്ചു. CCTV ന്യൂസ്, പുന്നൂർക്കുളം. ചൂണ്ടൽ പഞ്ചായത്തിൽ 13 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ചെറുനല്ലൂരിൽ 26 വയസ്സുള്ള സ്ത്രീ, 30 വയസ്സുള്ള പുരുഷൻ, 78 വയസ്സുള്ള പുരുഷൻ, 19 വയസ്സുള്ള പുരുഷൻ, 26 വയസ്സുള്ള പുരുഷൻ. എരനല്ലൂരിൽ 25 വയസ്സുള്ള പുരുഷൻ, 23 വയസ്സുള്ള സ്ത്രീ, 37 വയസ്സുള്ള സ്ത്രീ. പറപ്പൂക്കാവിൽ 75 വയസ്സുള്ള സ്ത്രീ. ചൂണ്ടലിൽ 64 വയസ്സുള്ള സ്ത്രീ, 44 വയസ്സുള്ള പുരുഷൻ, 61 വയസ്സുള്ള പുരുഷൻ. പാറന്നൂരിൽ 62 വയസ്സുള്ള പുരുഷൻ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പഞ്ചായത്ത് പരിധിയിൽ രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർക്കശമായി പാലിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൂണ്ടൽ പഞ്ചായത്ത് ഓഫീസ് തിങ്കളാഴ്ച മുതൽ തുറക്കും. ജീവനക്കാരനെ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 13-നാണ് ചൂണ്ടൽ പഞ്ചായത്ത് ഓഫീസ് അടച്ചത്. ജീവനക്കാരനെ കോവിഡ് സ്ഥിരീകരിച്ചതോടെ സ്വയം നിരീക്ഷണത്തിൽ പോയ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമായി നടത്തിയ ആന്റിജൻ പരിശോധനയിൽ എല്ലാവരും നെഗറ്റീവായ സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച മുതൽ പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസും പരിസരവും അണുനശീകരണം നടത്തി. കോവിഡ് മാനദണ്ഡങ്ങളും നിരോധനാജ്ഞയും പാലിക്കുന്നുണ്ടോ എന്നറിയുവാൻ ജില്ലാ കളക്ടർ അധികാരപ്പെടുത്തിയ സമിതി പുന്നൂർക്കുളം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി. സാമൂഹ്യ അകലം പാലിക്കൽ, മാസ്ക് ഉപയോഗം, സ്ഥാപനങ്ങളിലെ രജിസ്റ്റർ എന്നീ കാര്യങ്ങളിലായിരുന്നു പരിശോധന. ഇതിൽ വീഴ്ച വരുത്തുന്നവർക്ക് ശക്തമായ താക്കീത് നൽകി. തുടർന്ന് വീഴ്ച വരുത്തിയാൽ നടപടിയെടുക്കുമെന്ന് സംഘം അറിയിച്ചു. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പരിശോധന ഉണ്ടാകുമെന്ന് അണ്ടത്തോട് സബ് രജിസ്ട്രാറും സെക്ടർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ KL വർഗീസ് അറിയിച്ചു. ഹെഡ് ക്ലർക്ക് മണികണ്ഠൻ, വടക്കേക്കാട് പോലീസ് ഓഫീസർമാരും സംഘത്തിൽ ഉണ്ടായിരുന്നു. ഗുരുവായൂർ കൃഷ്ണാട്ടത്തിലെ പാട്ട് കലാകാരനെ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണാട്ടം കളി നിർത്തിവെച്ചു. ശനിയാഴ്ച കളി നടന്നില്ല. ഞായറാഴ്ച മുതൽ കളി നടത്തുന്നതിനെക്കുറിച്ച് ദേവസ്വം ആലോചിച്ച് തീരുമാനമെടുക്കും. ലോക്ക്ഡൌണിനെ തുടർന്ന് ക്ഷേത്രത്തിൽ 6 മാസമായി നിർത്തിവെച്ചിരുന്ന കൃഷ്ണാട്ടം കളി 1 മാസം മുൻപാണ് പുനരാരംഭിച്ചത്. സമഗ്ര ശിക്ഷ കേരള ചാവക്കാട് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള വൈദ്യപരിശോധനാ ക്യാമ്പുകൾ ആരംഭിച്ചു. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് ബ്ലോക്ക് പ്രൊജക്ട് ഓഫീസർ PS ഷൈജു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ VS ബീന അധ്യക്ഷത വഹിച്ചു. BRC ട്രെയിനർ TS സജിത, KR ഷീല എന്നിവർ സംസാരിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രി ഓർത്തോ വിഭാഗം മേധാവി ഡോക്ടർ സുദീപ് ഷെരീഫ്, ഓർത്തോ ടെക്നീഷ്യൻ PV സജിമോൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ചാവക്കാട് BRCയുടെ കീഴിൽ 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ 20 വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ശാരീരിക പരിമിതികളുള്ള വിദ്യാർത്ഥികൾക്ക് പരിമിതികളെ അതിജീവിക്കാൻ വേണ്ടുന്ന സഹായ ഉപകരണങ്ങൾ നൽകുക, തെറാപ്പി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ള കുട്ടികൾക്ക് മെഡിക്കൽ ബോർഡിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടുന്ന സഹായങ്ങൾ നൽകുക എന്നിവയാണ് ക്യാമ്പിന്റെ ലക്ഷ്യങ്ങൾ. ശ്രവണ പരിമിതിയുള്ളവർക്ക് 21-നും മറ്റുള്ളവർക്ക് 23-നും ക്യാമ്പ് ഉണ്ടാകും.
കണ്ണന് കാണിക്കയായി അപൂർവ കൃഷ്ണശില്പം ദാരുശില്പി ചേർപ്പ് കിഴക്കൂട്ട് രാമചന്ദ്രൻ മകൻ സതീഷ് കുമാറാണ് കുമിഴ് മരത്തടിയിൽ തീർത്ത 1 ഇഞ്ച് മാത്രം വലുപ്പമുള്ള കൃഷ്ണശില്പം ഗുരുവായൂരപ്പന് സമർപ്പിച്ചത്. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ശില്പമേറ്റുവാങ്ങി ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോയി ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. സതീഷിന്റെ ഭാര്യ പ്രിയ സതീഷ്, മകൻ ഭരത്ചന്ദ്രൻ, KP ഉദയൻ, ബാബുരാജ് ഗുരുവായൂർ എന്നിവരും സന്നിഹിതരായിരുന്നു. പ്രമുഖരായ ഒട്ടനവധി വ്യക്തികൾക്ക് വേണ്ടി വൈവിധ്യമാർന്ന ശില്പങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ള കലാകാരനാണ് സതീഷ് കുമാർ. അമേരിക്കയിലെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് വേണ്ടി ശ്രീകൃഷ്ണ കഥകളടങ്ങിയ ശില്പങ്ങൾ തയ്യാറാക്കിയത് സതീഷ് കുമാറാണ്. പാലിയൂർ ദേവാലയത്തിലെ ഔസേപ്പിതാവിൻ്റെ ശില്പം രൂപകൽപ്പന ചെയ്തതും സതീഷ് കുമാറായിരുന്നു. ഭരത് ഭൂഷൺ മോഹൻലാലിന് വേണ്ടി പ്രണയസൗഗന്ധികം ശില്പം രൂപപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. CCTV ന്യൂസ്, ഗുരുവായൂർ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും കുന്നംകുളം MLAയുമായ AC മൊയ്തീന്റെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ആറ്റത്തറ ഗ്രാമീണ വായനശാല പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ KV രാജശേഖരൻ, റീന ജോസ്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി KK ജയപ്രകാശ്, വായനശാല സെക്രട്ടറി KA രമേശ്, വായനശാല പ്രസിഡന്റ് PA മാത്യു എന്നിവർ സംസാരിച്ചു. കരുതലിന്റെ കൈത്താങ് എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള കരുതൽ കിറ്റുകൾ യഥാസമയം പൊതുവിപണന കേന്ദ്രങ്ങളിലേക്ക് എത്താത്തത് ജീവനക്കാർക്ക് തലവേദനയാകുന്നു. അന്ത്യോദയ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ, പിങ്ക് കാർഡുടമകൾക്ക് കിറ്റ് ലഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നീല, വെള്ള കാർഡുടമകൾക്ക് കിറ്റ് ലഭിക്കാത്തതിനാൽ ഉപഭോക്താക്കൾ റേഷൻ കടകളിലെത്തി ജീവനക്കാരുമായി വാക്കേറ്റമുണ്ടാകുന്നത് പതിവാവുകയാണ്. നീല കാർഡുകൾക്ക് ഒക്ടോബർ 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലും തുടർന്ന് 15 വരെയുള്ള ദിവസങ്ങളിൽ വെള്ള കാർഡ് ഉടമകൾക്കും സൗജന്യ കിറ്റ് വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇതുവരെയും നീല കാർഡുകൾക്ക് മുഴുവനായും കൊടുക്കാനുള്ള കിറ്റുകൾ എത്തിയിട്ടില്ല. കാർഡുടമകൾക്ക് മൊബൈൽ മെസ്സേജ് വഴി കിറ്റുകൾ കൊടുക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കടകളിൽ എത്തുന്നത്. എന്നാൽ സാധനങ്ങൾ കിട്ടാതെ വരുന്നതോടുകൂടി ജീവനക്കാരുമായി തർക്കിച്ച് നിരാശരായി മടങ്ങുകയാണ്. ചിലർ അസഭ്യവാക്കുകൾ പറയുന്നതായും ജീവനക്കാർ ആരോപിക്കുന്നു. 3, 4, 5 എന്ന നമ്പർ കൊടുത്തിട്ട് വെള്ളക്കാരന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെയും കിറ്റ് റേഷൻ കടയിൽ എത്തിയിട്ടില്ല. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ജനങ്ങളായിട്ട് എന്താ പറയേണ്ടത്, ജനങ്ങൾ എന്താ പറഞ്ഞതെന്ന് പോലും പോലും ജനങ്ങൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് കഴിയുന്നത് എത്ര വേഗം കിറ്റുകൾ സർക്കാർ നിശ്ചയിക്കുന്ന അതേ നമ്പറും അതേ സമയത്തും ആ കടകൾക്ക് എത്തിച്ചു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പല റേഷൻ കടകളിലും വനിതാ ജീവനക്കാരികളാണ് ഉള്ളത്. കാര്യം മനസ്സിലാക്കാതെ ജീവനക്കാരോട് തട്ടിക്കയറുന്നത് വളരെയധികം വിഷമമാണ് ഉണ്ടാക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് ആവശ്യമായ കിറ്റുകൾ കടകളിലേക്ക് എത്തിക്കണമെന്നുമാണ് ജീവനക്കാരുടെ ആവശ്യം. അതേസമയം സപ്ലൈകോ വഴിയാണ് സൗജന്യ ഭക്ഷ്യക്കിറ്റുകളുടെ പാക്കിങ്ങും വിതരണവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിക്ക ഔട്ട്ലെറ്റുകളിലും മുഴുവൻ സാധനങ്ങളും എത്തിയിട്ടില്ല. സാധനങ്ങൾ എത്തുന്ന മുറയ്ക്ക് പാക്ക് ചെയ്ത് കിറ്റുകളാക്കി വിതരണം ചെയ്യുന്നുണ്ടെന്നാണ് ഇൻചാർജുള്ള ഔട്ട്ലെറ്റ് മാനേജർമാർ പറയുന്നത്. CCTV ന്യൂസ്, പുന്നയൂർകുളം. ചൂണ്ടൽ പഞ്ചായത്തിലെ 17-ാം വാർഡിൽ നിർമ്മിച്ച പയ്യൂർ മന സബ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KS കരീം റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ MK ആന്റണി അധ്യക്ഷത വഹിച്ചു. വാർഡ് വികസന സമിതി അംഗങ്ങളായ മോഹൻദാസ് പയ്യൂർ, KA അശോകൻ, PR പ്രമോദ്, തൊഴിലുറപ്പ് മാനേജർ സ്മിത ഷാജി, അനിൽ നാരായണൻ എന്നിവർ സംസാരിച്ചു. 2,88,000 രൂപ ചെലവഴിച്ചാണ് 100 മീറ്റർ വരുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയത്. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ ആഘോഷമായ നവരാത്രി കാലത്തിന് തുടക്കമായി. ഈ വർഷം കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ആരാധനയുടെയും നൃത്തത്തിന്റെയും വിദ്യാരംഭത്തിന്റെയും ഉത്സവമായ നവരാത്രി കാലത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. മഹാമാരിയെ തുടർന്ന് ആഘോഷം പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഇത്തവണത്തെ നവരാത്രി ആഘോഷം. സർവവിദ്യയുടെയും അവിദ്യയുടെയും അധിപയും ത്രിമൂർത്തികൾക്ക് പോലും ആരാധ്യയും ജഗത് മാതാവുമായ ദുർഗയെ പ്രീതിപ്പെടുത്തുകയാണ് നവരാത്രി പൂജയിലൂടെ ലക്ഷ്യമിടുന്നത്. ആർഷഭാരതത്തിൽ പൗരാണിക കാലം മുതൽ ആഘോഷിക്കാറുള്ളതാണ് നവരാത്രി. അന്ധകാരത്തിനു മേൽ, ആസുരതയുടെ മേൽ, അജ്ഞതയുടെ മേൽ എല്ലാമുള്ള നന്മയുടെ വിജയമായാണ് നവരാത്രി ആഘോഷിച്ചു വരുന്നത്. അതേസമയം ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുള്ള ചടങ്ങുകൾ ക്ഷേത്രങ്ങളിലും വീടുകളിലും നടക്കും. ക്ഷേത്രങ്ങളിൽ നവരാത്രി ചടങ്ങുകൾ മാത്രമാവും നടക്കുക. ആഘോഷങ്ങളോ കലാപരിപാടികളോ വിദ്യാരംഭ ചടങ്ങുകളോ ഈ പശ്ചാത്തലത്തിൽ ഉണ്ടായിരിക്കില്ല. പൂർണ്ണമായും പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് സൗകര്യമൊരുക്കുക. CCTV ന്യൂസ്, കേച്ചിയിൽ.
എരുവപ്പെട്ടി പഞ്ചായത്തിലെ 20-ാം നമ്പർ അംഗൻവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കുന്നംകുളം MLA കൂടിയായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ CK രാജൻ, സുദിനി ദാസൻ, CDPO PK മിനി, KT സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പുന്നൂർക്കുളം മന്ദലാകുന്ന് പാലം റോഡിൽ മാലിന്യ നിക്ഷേപം പതിവാകുന്നു. റോഡിന് ഇരുവശത്തും മാലിന്യങ്ങൾ വലിയ പ്ലാസ്റ്റിക് ബാഗുകളിലും മറ്റുമായി തള്ളുന്നത് സ്ഥിരമായതോടെ പൊറുതിമുട്ടുന്നത് നാട്ടുകാരാണ്. പുന്നൂർക്കുളം പുന്നൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന റോഡാണിത്. 2 പഞ്ചായത്തിന്റെയും തർക്കം മൂലം തെരുവ് വിളക്ക് പോലും പ്രകാശിക്കുന്നില്ല. റോഡിന് ഇരുവശത്തും പുല്ലുകളും മരങ്ങളും കാടുപിടിച്ചു കിടക്കുന്നത് മൂലം ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ്. പ്രദേശത്തെ അറവു മാലിന്യങ്ങളും ബാർബർ ഷോപ്പ്, പച്ചക്കറിക്കടകളിലെയും മാലിന്യങ്ങളുമാണ് ഏറെയും ഇരുട്ടിന്റെ മറവിൽ കൊണ്ടുവന്ന് തള്ളുന്നത്. ഇരുട്ടിന്റെ മറവിൽ വീടുകളിൽ നിന്നുള്ള മാലിന്യവും നിക്ഷേപിക്കുന്നുണ്ട്. പുഴയിലൂടെ ഒഴുകിവരുന്ന അറവു മാലിന്യങ്ങളും ആരോഗ്യപ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അറവു മാലിന്യങ്ങൾ പറവകൾ കൊത്തിവലിച്ച് കിണറുകളിലും മറ്റു കുടിവെള്ള ടാങ്കുകളിലും കൊണ്ടിടുന്നതാണ് പ്രതിസന്ധിയാകുന്നത്. നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. പ്രദേശത്തെ തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പഞ്ചായത്ത് ഇടപെട്ട് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ച് സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ്, പുന്നൂർക്കുളം. അക്കിക്കാവിൽ ജലവിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. മേലെ അക്കിക്കാവിൽ പഴഞ്ഞി റോഡിലാണ് 2 ദിവസമായി ജലവിതരണ പൈപ്പ് പൊട്ടി ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നത്. റോഡിനരികിലൂടെ ഒഴുകിവരുന്ന വെള്ളം കടകളിലേക്ക് കയറാതിരിക്കാൻ കടയ്ക്ക് മുൻപിൽ മണ്ണിട്ട് വരമ്പ് കെട്ടിയിരിക്കുകയാണ് സ്ഥാപന ഉടമകൾ. അക്കിക്കാവ് പഴഞ്ഞി റോഡ് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയാണ് പൈപ്പ് പൊട്ടിയത്. മേഖലയിലെ കുടിവെള്ള വിതരണവും ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. അധികാരികളെ വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രജര ചാവക്കാടിന്റെ സ്പോർട്സ് കോംപ്ലക്സിന്റെ തറക്കല്ലിടൽ നടന്നു. ചാവക്കാട് ചേറ്റുവാ റോഡിൽ നിർമ്മിക്കുന്ന മൾട്ടിപർപ്പസ് സ്പോർട്സ് കോംപ്ലക്സിന്റെ തറക്കല്ലിടൽ ചടങ്ങ് MLA KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. ടർഫ് കോർട്ടിന്റെ തറക്കല്ലിടൽ പ്രജര ചെയർമാൻ KP സുശീലൻ നിർവഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർമാൻ NK അക്ബർ അധ്യക്ഷത വഹിച്ചു. പ്രജര സെക്രട്ടറി AH അക്ബർ, പ്രജര ചാവക്കാട് ഭാരവാഹികളായ അബ്ദുൾ ജാഫർ, KV രവീന്ദ്രൻ, PK അൻസർ, V റിയാസ്, ഇക്ബാൽ, AK ഷഫീഖ്, PP ഷാജഹാൻ, റഹീം വടക്കേക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ചിറ്റണ്ട ചാത്തങ്കുളം റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. 5,40,00,000 രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സുദിനി ദാസൻ, CK രാജൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന സ്രായിക്കടവ് പാലം റോഡിൽ നടപ്പാത ഒരുങ്ങുന്നു. റോഡരികിലെ 85 മീറ്ററോളം ദൂരത്തിൽ കോൺക്രീറ്റ് കട്ട വിരിക്കുന്ന പണി പുരോഗമിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് പരിസ്ഥിതി ദിനത്തിൽ നട്ടുപിടിപ്പിച്ച മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് കട്ട വിരിക്കുന്നത്. മേഖലയിൽ സീസൺ ടൂറിസം പദ്ധതി ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപ്പാത ഒരുക്കുന്നത്. ആദ്യഘട്ടത്തിൽ നടപ്പാതയും സംരക്ഷണ കവചങ്ങളുമാണ് നിർമ്മിക്കുന്നതെന്ന് പഞ്ചായത്തംഗം TS മണികണ്ഠൻ പറഞ്ഞു. ഇരിപ്പിടങ്ങൾ, വയോജന പാർക്ക്, മഴക്കാലത്ത് ബോട്ട് യാത്ര തുടങ്ങിയ പദ്ധതികളും നടപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ത്രിതല പഞ്ചായത്തുകൾ ചേർന്ന് സംയുക്തമായി അനുവദിച്ച 6 ലക്ഷം രൂപ ചിലവിട്ടാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. തൃശൂർ, മലപ്പുറം ജില്ലകളിലായി 900 മീറ്ററോളമാണ് പാലം അപ്രോച്ച് റോഡിന്റെ നീളം. ഈ ഭാഗങ്ങൾ മുഴുവൻ നടപ്പാത സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. CCTV ന്യൂസ്, പെരുമ്പിലാവ്. മമ്മിയൂർ ദേവസ്വത്തിന്റെ നവീകരിച്ച ഓഫീസ് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ K മുരളി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി ബോർഡ് മെമ്പർ P സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ അനിൽകുമാർ ചെറക്കൽ, ദേവസ്വം ബോർഡ് മെമ്പർ TN ശിവശങ്കരൻ, ഏറാൾപ്പാട് രാജയുടെ പ്രതിനിധി PK രാജ, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ VK ഓമനക്കുട്ടൻ, GK പ്രകാശൻ, PT സുഷാകുമാരി, VP ആനന്ദൻ, KK ഗോവിന്ദദാസ് തുടങ്ങിയവർ സംസാരിച്ചു. 10 ലക്ഷം രൂപ ചെലവിട്ടാണ് ഓഫീസ് നവീകരിച്ചത്. തായ്ലൻഡിലെ ബാങ്കോങ്ങിൽ നടന്ന അന്താരാഷ്ട്ര വിദ്യാഭ്യാസ കോൺഫറൻസിൽ പ്രബന്ധം അവതരിപ്പിച്ച് എയ്യാൽ സ്വദേശി ഹഫീഷ ബാബു ഉന്നത പഠനത്തിന്റെ ഭാഗമായി ആദിവാസി ഭാഷകളും ഗോത്രബന്ധു പദ്ധതിയും തിരുനെല്ലി ഗ്രാമത്തെ മുൻനിർത്തിയുള്ള പഠനം എന്ന വിഷയത്തിലാണ് ഹഫീഷ ബാബു പ്രബന്ധം അവതരിപ്പിച്ച് നാടിന് അഭിമാനമായി മാറിയത്. എയ്യാൽ ചുങ്കം സെന്ററിൽ താമസിക്കുന്ന തോപ്പിൽ ബാബുവിന്റെയും സഫിയയുടെയും മകളാണ് ഹഫീഷ. ആദൂർ മഹാത്മാ LP സ്കൂൾ, പുലിയന്നൂർ സെന്റ് തോമസ് UP സ്കൂൾ, എരുമപ്പെട്ടി ഹൈസ്കൂൾ, കുന്നംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായി പഠനം പൂർത്തിയാക്കിയ ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കൽപ്പറ്റ NMSM ഗവൺമെന്റ് കോളേജിൽ BA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ പഠനം പൂർത്തിയാക്കി. ഹഫീഷ CCTVയുടെ വാർത്താ വിഭാഗത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ കമ്മ്യൂണിക്കേഷനിൽ MAക്ക് ചേർന്ന ഹഫീഷ ഫസ്റ്റ് ക്ലാസോടെയാണ് പഠനം പൂർത്തിയാക്കിയത്.
കാസർകോട് ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചററായും പ്രവർത്തിച്ചു. കമ്മ്യൂണിറ്റി റേഡിയോ സ്ത്രീകളുടെ ഉന്നമനത്തിന് എത്രത്തോളം സഹായകരമാകുന്നതിനെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിക്ക് ഡൽഹി ആസ്ഥാനമായുള്ള യുനെസ്കോയുടെ പ്രത്യേക പുരസ്കാരം 2018 ലഭിച്ചു. ബ്രിട്ടീഷ് കൗൺസിലിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സംയുക്ത ഇംഗ്ലീഷ് അഭിരുചി പരിശോധനയിലും പങ്കെടുത്ത അപൂർവം പേരിൽ ഒരാളാണ് ഈ മിടുക്കി. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ MA കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസ് ആണ് ഞാൻ ചെയ്തത്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ആയിട്ടുള്ള സംഗം റേഡിയോയെക്കുറിച്ച് ഞാനൊരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു. ഞാനും എൻ്റെ സുഹൃത്തും കൂടിയായിട്ടാണ് ചെയ്തത്. അതൊരു ഓൾ ഇന്ത്യ ഡോക്യുമെൻ്ററി ഫെസ്റ്റിവൽ ആയിരുന്നു. ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള സെംക എന്ന ഓർഗനൈസേഷനും അതുപോലെ തന്നെ യുനെസ്കോയും കൂടി നടത്തിയ ആ ഡോക്യുമെൻ്ററി ഫെസ്റ്റിവലിന് ഞങ്ങൾ ചെയ്ത ഡോക്യുമെൻ്ററിക്ക് സ്പെഷ്യൽ റെക്കഗ്നിഷൻ അവാർഡ് ലഭിച്ചിരുന്നു. മത്സ്യബന്ധന തൊഴിലും അതിന്റെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ചും 2019 നടന്ന സെമിനാറിലും ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചു. ആദിവാസി ജനതയെയും ഗോത്രവർഗക്കാരെയും കുറിച്ച് ഭുവനേശ്വറിൽ നടത്തിയ ആഗോള സെമിനാറിൽ ഹഫീഷ പ്രബന്ധം അവതരിപ്പിച്ചു. അതുപോലെ തന്നെ ഒരു ഇന്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഛത്തീസ്ഗഡിലെ ആദിവാസി വിഭാഗങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കാൺപൂരിലെ സ്ത്രീകളുടെ മെൻസ്ട്രൽ ഹൈജീനിനെ കുറിച്ചും എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രബന്ധങ്ങളുടെ ഒരു വർക്കിലാണ് ഇപ്പോൾ നിലവിൽ ഞാനുള്ളത്. മെഹബൂബ് നഗർ, മെദാക്, കാൺപൂർ, തിരുവനന്തപുരം, വയനാട്, ഛത്തീസ്ഗഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രത്യേക പ്രശ്നങ്ങളെക്കുറിച്ചും ആദിവാസി മത്സ്യത്തൊഴിലാളി ജനങ്ങളുടെ പരമ്പരാഗത അറിവുകളെക്കുറിച്ചും പഠനം നടത്തി ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയിട്ടുള്ള ഹഫീഷ നാടിന് അഭിമാനമായി മാറുകയാണ്. CCTV ന്യൂസ്, വേലൂർ. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മിക്കുന്ന തണ്ടിലം മണലി കേച്ചേരി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. മണലൂർ MLA മുരളി പെരുന്നെല്ലി അധ്യക്ഷത വഹിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് KS കരീം മുഖ്യാതിഥിയായി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാർ, തൃശൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PP രമേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK അബ്ദുൾ റഷീദ്, CPM വെള്ളാട്ടഞ്ഞൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV ഫ്രാൻസിസ്, MR സതീശൻ മാസ്റ്റർ, AL ബേബി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CB AP എന്നിവർ സംസാരിച്ചു. 2 പ്രളയത്തിലുമായി ഏകദേശം 50,000 കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിലുണ്ടായത്. ഗ്രാമീണ റോഡുകൾ മിക്കവാറും തകർന്നുപോയി, കെട്ടിടങ്ങൾക്ക് തകർച്ച സംഭവിച്ചു, കന്നുകാലികൾ ഒക്കെ നശിച്ചുപോയി, കൃഷി നശിച്ചു, റോഡ് ഒലിച്ചുപോയി. ഇങ്ങനെയുള്ള നിരവധി പ്രയാസങ്ങളാണ് ഉണ്ടായത്. ഇത്തരമൊരു പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ ഒരു സംസ്ഥാനത്തെ നല്ല രീതിയിൽ സഹായിക്കാൻ ബാധ്യതപ്പെട്ടവർ ആ ചുമതല നിർവഹിച്ചില്ല എന്ന് ഖേദപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുക. അത് ഒരുമിച്ച് നിന്നു കേരളത്തെ പുനർനിർമ്മിക്കാൻ. അഖിലിന്റെ പെൻസിൽ മുനയിൽ നിന്നും 100 കണക്കിന് ചിത്രങ്ങളാണ് കോവിഡ് മഹാമാരിയിൽ പെയ്തിറങ്ങിയത്. ചിത്രരചന അഭ്യസിച്ചിട്ടില്ലാത്ത പഴഞ്ഞി MD കോളേജിൽ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായ അഖിൽ നിരവധി സെലിബ്രിറ്റികളുടെ ചിത്രങ്ങളാണ് ഈ ലോക്ക്ഡൌൺ കാലത്ത് വരച്ചു തീർത്തത്. 5ാം ക്ലാസ് മുതൽ പെൻസിൽ ഡ്രോയിങ്ങിൽ തൽപരനായിരുന്നു അഖിൽ. കോളേജ് ഇല്ലാത്തതിനാൽ ഓൺലൈൻ പഠനം കഴിഞ്ഞുള്ള സമയങ്ങളിലാണ് ചിത്രരചന നടത്തുന്നത്. സെലിബ്രിറ്റികളുടെ പോർട്രേറ്റുകൾ വരയ്ക്കാനാണ് താല്പര്യമെന്ന് അഖിൽ പറയുന്നു. പോർട്രേറ്റാണ് കൂടുതൽ വരയ്ക്കാറ്. ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ പോർട്രേറ്റാണ് മിക്കതും വരയ്ക്കുക. ഇതാകുമ്പോൾ പിന്നെ സമയം പോകാൻ വേണ്ടി തുടങ്ങിയതാണ്. പിന്നെ ഇഷ്ടമായി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. കോളേജിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന സിനിമാ താരം ഹരിശ്രീ അശോകന് താൻ വരച്ച ചിത്രം നൽകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്ന് അഖിൽ പറഞ്ഞു. പെങ്ങാമുക്ക് വാഴപ്പിള്ളി വീട്ടിൽ സുരേഷ്, സുനിത ദമ്പതികളുടെ മകനായ അഖിൽ കരാട്ടയും അഭ്യസിച്ചിട്ടുണ്ട്. ചിറക്കലിലുള്ള പഠനകളരിയിൽ നിന്ന് 5 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റും നേടിയിട്ടുണ്ട്. ഇതിനു പുറമെ അഖിലിന്റെ അച്ഛൻ സുരേഷിന്റെ ഒരു പുരാവസ്തു ശേഖരം കൂടി വീട്ടിലുണ്ട്. ഇതിനായി ഒരു മുറി തന്നെ മാറ്റിവച്ചിരിക്കുകയാണ്. പഴയകാല പല ഉപകരണങ്ങളും ഇവിടെ കാണാം. പലതും വിവിധ സ്ഥലങ്ങളിൽ നിന്നും പണം കൊടുത്തു വാങ്ങിയതാണ്. എന്തായാലും മകന്റെ ചിത്രങ്ങളും അച്ഛന്റെ പുരാവസ്തു ശേഖരവും ചേർന്ന ചെറിയ ഒരു മ്യൂസിയമാണ് അഖിലിന്റെ വീട്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കോവിഡ് കാലത്ത് ചിത്രങ്ങൾ വരച്ച് കഴിവ് തെളിയിച്ച പെങ്ങാമുക്ക് സ്വദേശികളായ യുവ പ്രതിഭകളെ ആദരിച്ചു. സംഘദേശം പെങ്ങാമുക്കിന്റെ നേതൃത്വത്തിലാണ് ചിത്രരചയിതാക്കളായ പെങ്ങാമുക്ക് സ്വദേശികളായ വിളക്കത്തല വീട്ടിൽ അതുലിനെയും വാഴപ്പള്ളി വീട്ടിൽ അഖിലിനെയും ഉപഹാരം നൽകി ആദരിച്ചത്. വീട്ടിൽ 10 അടിയോളം വലിപ്പം വരുന്ന കഥകളി ചിത്രമാണ് അതുൽ വരച്ചിരിക്കുന്നത്. 100 കണക്കിന് സെലിബ്രിറ്റികളുടെ പോർട്രേറ്റ് ചിത്രങ്ങളാണ് അഖിൽ വരച്ചത്. പ്രദീപ് കുനത്ത്, TD പ്രനിൽ, K രാഗേഷ്, ശാഖ മുഖ്യ ശിക്ഷക് VC സന്തോഷ്, വിനു, ശിവപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. നിസ്വജനതയുടെ മോചന പോരാട്ടങ്ങളിൽ പ്രതീക്ഷയുടെയും ആവേശത്തിന്റെയും കരുത്തായി പാറിയുയരുന്ന ചെങ്കൊടി ചൂരിന് ഇന്ത്യയിൽ 1 നൂറ്റാണ്ട്.
സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമായി ബ്രിട്ടീഷ് ഇന്ത്യ വിട്ടുപോവുകയും ബോൾഷെവിക് വിപ്ലവ നായകൻ ലെനിനുമായി ബന്ധം പുലർത്തുകയും ചെയ്തവരാണ് പാർട്ടി രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. 1920 ഒക്ടോബർ 17 താഷ്കെൻഡിൽ ചേർന്ന രൂപീകരണ യോഗം മുഹമ്മദ് ഷഫീഖിനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. MN റോയിയായിരുന്നു മുഖ്യ സംഘാടകൻ. എവലിൻ റോയ്, അബനി മുഖർജി, റോസ ഫിറ്റിൻഗോവ്, മുഹമ്മദ് അലി, ആചാര്യ എന്നിവരും പങ്കെടുത്ത യോഗം ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് യോജിച്ച പാർട്ടി പരിപാടി തയ്യാറാക്കാൻ തീരുമാനിച്ചു. അംഗത്വം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് രൂപം നൽകി. സാർവദേശീയ ഗാനാലാപനത്തോടെയാണ് യോഗം സമാപിച്ചത്. താഷ്കെൻഡിൽ പരിശീലന കേന്ദ്രം തുടങ്ങി. ഇന്ത്യയിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളാണ് പരിശീലനം നേടിയവരിൽ ഏറിയ പങ്കും. മോസ്കോ സർവകലാശാലയിലും ഇവർ ഒത്തുചേർന്നു. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാനായി മടങ്ങിയ ഇവരിൽ 10 പേരെ ബ്രിട്ടീഷ് ഭരണകൂടം അറസ്റ്റ് ചെയ്ത് കേസുകളിൽ കുടുക്കി ജയിലിലടച്ചു. പെഷവാർ, കാൺപൂർ, മീററ്റ് ഗൂഢാലോചന കേസുകൾ ബ്രിട്ടീഷ് സർക്കാർ ചമച്ചത് ഇക്കാലത്താണ്. ഇന്ത്യയിൽ പാർട്ടി കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനങ്ങളെ ഇത് തളർത്തിയില്ല. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടരായ യുവാക്കൾ ഭയരഹിതരായി മുന്നോട്ടു വന്നു. മുസഫർ അഹമ്മദ്, S.A. ഡാംഗെ, ശിങ്കാരവേലു ചെട്ടിയാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1921-22 കാലത്ത് അന്നത്തെ ബോംബെ, കൽക്കത്ത, മദ്രാസ്, ലാഹോർ, കാൺപൂർ എന്നിവിടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ സ്ഥാപിച്ചു. രാജ്യമെമ്പാടും പ്രസ്ഥാനം പടർന്നു. ബ്രിട്ടീഷുകാർ വിട്ടുപോകണമെന്നും ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണമെന്നും ഉള്ള മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 100ാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും പാർട്ടി ഓഫീസുകളിലും പതാക ഉയർത്തി. CCTV ന്യൂസ്, കേച്ചേരി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന്റെ 100ാം വാർഷികത്തിൽ CPM-ന്റെ നേതൃത്വത്തിൽ ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ പാർട്ടി പതാക ഉയർത്തി. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ പതാക ഉയർത്തി. ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP റാഫേൽ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ CD വാസുദേവൻ, രേഖ സുനിൽ, ചൂണ്ടൽ സെന്റർ ബ്രാഞ്ച് സെക്രട്ടറി KM മധു, പാർട്ടി അംഗങ്ങൾ, പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ PG സംസ്കൃതം എൻട്രൻസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ KS ആർഷയെ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ആദരിച്ചു. 14ാം വാർഡ് കൗൺസിലർ ബീന ലിബിന് വീട്ടിലെത്തിയാണ് അനുമോദനം നൽകിയത്. സ്നേഹിത കുടുംബശ്രീയുടെ ഉപഹാരവും നൽകി. കുടുംബശ്രീ പ്രസിഡന്റ് സൗദ കേശവാട് സമ്മാനിച്ചു. കുന്നംകുളം ഗാന്ധിനഗർ കാണിപ്പയൂർ വീട്ടിൽ മുരളി പ്രേമില ദമ്പതികളുടെ മകളാണ് ആർഷ. വടക്കാഞ്ചേരിയിൽ ലൈഫ് പദ്ധതി ഫ്ളാറ്റ് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കുക, നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുക എന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് MK അസ്ലം നടത്തുന്ന ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വെൽഫെയർ പാർട്ടി കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി പെരുമ്പിലാവ് ജംഗ്ഷനിൽ ഐക്യദാർഢ്യ സംഗമം നടത്തി. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം CM ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടി കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MA കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുജീബ് പട്ടേൽ, നൌഷാദ് ബിൻ അലി, MH റഫീഖ്, മൊയ്തീൻ ബാവ, MN സലാഹുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. പോർക്കുളത്ത് കഞ്ചാവുമായി യുവാവിനെ പിടികൂടിയ സംഭവം പ്രതി ശ്രീജിത്തിന്റെ വീട് നിലനിൽക്കുന്ന പ്രദേശം സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ പിശകുണ്ടെന്ന് ചൂണ്ടുകാട്ടി നാട്ടുകാർ രംഗത്ത്. കരുവാൻപടിയിലല്ല പ്രതിയുടെ വീട് എന്നും തൊട്ടപ്പുറത്തെ പ്രദേശത്താണ് ഇയാൾ താമസിക്കുന്നതെന്നും പ്രദേശവാസികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയിൽ കൊലപാതകവും ക്രിമിനൽ കേസുകളും കൂടിവരുന്ന പശ്ചാത്തലത്തിൽ പോലീസ് നടത്തിയ ഓപ്പറേഷൻ റേഞ്ചറിന്റെ ഭാഗമായിട്ടാണ് പോർക്കുളത്ത് റെയ്ഡ് നടത്തി കഞ്ചാവും വെരുകുമായി ശ്രീജിത്തിനെ പിടികൂടിയത്. വനവകുപ്പ് അറസ്റ്റ് ചെയ്ത കേസിൽ റിമാൻഡിൽ കഴിയുന്ന ശ്രീജിത്ത് നേരത്തെ CCTV പെരുമ്പിലാവ് ബ്യൂറോ റിപ്പോർട്ടർ ഹരിയില്ലത്തിനെ ആക്രമിച്ച കേസിൽ കൂടി പ്രതിയാണ്. കുന്നംകുളം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രദേശവാസികളായ സുരേഷ് കുമാർ, ശശികുമാർ, ഷാജി ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു. കോവിഡ് ബാധിച്ച് മരിച്ച വയോധികയുടെ സംസ്കാരത്തിന് നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കക്കാട് കോവിഡ് ബാധിച്ച് നിര്യാതിയായ പ്രശസ്ത വാദ്യകലാകാരൻ കക്കാട് രാജപ്പൻ മാരാരുടെ മാതാവ് ലക്ഷ്മി വാരസ്യാരുടെ സംസ്കാരമാണ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പ്രദേശത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ജെറിൻ P രാജു, റോഷിത് ഓടാട്ട്, വിഘ്നേശ്വര പ്രസാദ്, തമ്പി മങ്ങാട് എന്നിവർ വാർഡ് കൗൺസിലർ PI തോമസ് നേതൃത്വത്തിൽ കുന്നംകുളം നഗരസഭയിലെ ക്രിമിറ്റോറിയത്തിലാണ് സംസ്കാരം നടത്തിയത്. നവമാധ്യമ കാഴ്ച. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് കേട്ടിട്ടില്ലേ? ചില ദൃശ്യങ്ങൾ കണ്ടാൽ എന്താണ് ആ ഭാഗ്യമെന്ന് പറയാതെ തന്നെ അറിയാം. കുന്നംകുളത്ത് നിന്ന് ബീമോൻ നൽകിയ ദൃശ്യം.
ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4680 രൂപ. സ്വർണം ഗ്രാമിന് വാങ്ങുന്ന വില 4670 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചർമ്മം വെസ്റ്റ് മങ്ങാട് പൊന്നം തിരുത്തിപ്പറമ്പിൽ പരേതനായ വേലായുധൻ ഭാര്യ തങ്കം നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9 മണിക്ക് നടക്കും. സത്യൻ, പുഷ്കരൻ, മാലതി, ജയൻ, രാജേഷ്, പരേതയായ സുമതി എന്നിവർ മക്കളാണ്. എയ്യാൽ കുന്നത്തുള്ളി രാമൻ മകൻ തമ്പി എന്ന വേണുഗോപാൽ നിര്യാതനായ 62 വയസ്സായിരുന്നു. ലളിതയാണ് ഭാര്യ. രമ്യ ഹരി മകളാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് പൊന്നം തോലത്ത് വീട്ടിൽ പരേതനായ ഐപ്പൂന്റെ ഭാര്യ മേരി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച മങ്ങാട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. വിൽസൺ, ഡാർലി, ഡിക്സൺ, ജോളി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് 9016 പേർക്ക് കൂടി കോവിഡ്. 7464 പേർക്ക് സമ്പർക്കം വഴി രോഗബാധ. 7991 പേർക്ക് രോഗമുക്തി. 26 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. തൃശൂർ ജില്ലയിൽ 1109 പേർക്ക് കൂടി കോവിഡ്. 1227 പേർക്ക് രോഗമുക്തി. ചാവക്കാട് മേഖലയിൽ SI ഉൾപ്പെടെ 22 പേർക്ക് രോഗം. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ 17 പേർക്കും ചൂണ്ടലിൽ 13 പേർക്കും രോഗം. എരുമപ്പെട്ടിയിൽ കോവിഡ് ബാധിച്ച് വയോധിക മരിച്ചു. കൊലപാതകങ്ങൾ നടക്കുമ്പോൾ പോലീസിന് മുൻപേ മന്ത്രി പ്രതിയെ നിശ്ചയിക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ പോലീസിംഗ് വഴിവിട്ടുപോയിരിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് MP വിൻസെന്റ്. കുന്നംകുളത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം ടെൻഡർ ഒഴിവാക്കി പാർട്ടി സംഘമായ ഊരാങ്കൽ സൊസൈറ്റിക്ക് നൽകിയതിന് പിന്നിൽ വ്യക്തമായ അഴിമതിയാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റിബൽ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ ഉണ്ടാകില്ലെന്നും DCC പ്രസിഡന്റ്. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി മൂർത്തിയടത്ത് കൃഷ്ണൻ നമ്പൂതിരി ചുമതലയേറ്റു. ശബരിമല മാളികപ്പുറം മേൽശാന്തിയായി തൃശൂർ പൊയ്യ പൂപ്പത്തി വാരിക്കാട്ട് മഠം VK ജയരാജ് പോറ്റിയെ തെരഞ്ഞെടുത്തു. നവംബർ 15 സ്ഥാനമേൽക്കും. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ ആഘോഷമായ നവരാത്രി കാലത്തിന് ആരംഭമായി. ആരാധനയുടെയും നൃത്തത്തിന്റെയും വിദ്യാരംഭത്തിന്റെയും ഉത്സവമായ നവരാത്രി ആഘോഷം ഇക്കുറി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.